മുഖ്യമന്ത്രി ചായ സൽക്കാരത്തിന് അവിടെ നിൽക്കുന്നുണ്ടോ? പങ്കെടുക്കാതെ തന്നെയാണ് പോയത്. ഗവർണർ പ്രകടിപ്പിച്ച അതൃപ്തി മുഖ്യമന്ത്രി തിരിച്ചും പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന്റെ മറ്റൊരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. തുടങ്ങിയിട്ട് കുറേ കാലമായി, ഇതിൽ മറ്റൊരു തുടക്കം എന്ന് പറയാം. ഒരുപാട് തുറന്നു കിടക്കുന്നതിനിടയിൽ മറ്റൊരു വാതിൽ കൂടി, തർക്കത്തിന്റെ മറ്റൊരു വാതിൽ കൂടി തുറന്നു എന്ന് പറയാം. ഇത് ചെറിയൊരു തർക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പരസ്പരം മാധ്യമങ്ങളിലൂടെ പോരടിച്ച് നിൽക്കുകയായിരുന്നു രണ്ടുപേരും. ഒരു വേദിയിൽ ഒരുമിച്ച് തൊട്ടടുത്ത കസേരകളിൽ ഇരിക്കുകയാണ് ചെയ്തത്. ഗവർണർ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുത്തില്ല. ജിൽസിയ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മുഖ്യമന്ത്രി ഈ സൈഡിൽ ഇരിക്കുന്നു, ഗവർണർ ഇപ്പുറത്ത് ഇരിക്കുന്നു. മുഖ്യമന്ത്രി വന്നിരുന്നതിന് പിന്നാലെ ഗവർണർ തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പുറത്താണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വന്നത്. അദ്ദേഹം സാധാരണഗതിയിൽ നേരെ നിന്നാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശരീരഭാഷ ജിൽസി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം തിരിഞ്ഞു നിന്നാണ് സത്യപ്രതിജ്ഞ സത്യവാചകം. അതായത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം മുഖ്യമന്ത്രിയുടെ കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിളായ ശരീരഭാഷയായിരുന്നു. ഗവർണർ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാം, ചിരിക്കാം എന്നുള്ളൊരു ശരീരഭാഷ മുഖ്യമന്ത്രി കാണിച്ചിരുന്നെങ്കിലും ഗവർണർ ഇക്കാര്യത്തിൽ വളരെ സ്റ്റബേണായി തന്നെ നിൽക്കുന്നതാണ് കണ്ടതല്ലേ? അതെ, ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്ന അതേ രീതിയാണ് ഇവിടെയും നമ്മൾ കണ്ടത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വരുന്നു, അദ്ദേഹം ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അതിന് നിന്നു കൊടുക്കുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു അയ്യാൻ താൻ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ തൻ്റെ ശരീരഭാഷ കൊണ്ട് പറയുകയാണ് ചെയ്തത്. ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും കൗതുകരമായി. ജിൽസി ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി നിൽക്കുന്നു, ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ പുറകിലൂടെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപകാലത്തൊന്നും ഇങ്ങനൊരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വലിയ തർക്കത്തിൻ്റെ മറ്റൊരു പാത തുറന്ന് ഇട്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ ഗവർണർ ഇപ്പോൾ ചെയ്ത ഇതിനകത്തുള്ള മുഖ്യമന്ത്രിയുടെ അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇനി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സെയ്ഫ്, അതായത് നമുക്കറിയാം ഒരു ഗവർണർ സ്ഥാനവും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനവും ആദ്യം ആ രീതിയിലായിരുന്നു തർക്കങ്ങൾ പോയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ രണ്ടുപേരുടെയും ശരീരഭാഷ അത് വളരെ വ്യക്തിപരമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്തരം വിമർശനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നവകേരള സദസ്സിന്റെ വേദിയൊക്കെ ഗവർണർക്ക് മറുപടി പറയാനായാണ് മുഖ്യമന്ത്രിയും ഉപയോഗിക്കുന്നത്. ഗവർണർ ആകട്ടെ തിരിച്ച് സർക്കാരിനെ കിട്ടുന്ന വേദിയിലൊക്കെ വിമർശിക്കുന്നുണ്ട്. അതായത് വളരെ വ്യക്തിപരമായ രീതിയിലേക്ക് കൂടി വിമർശനങ്ങളും ഒക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു വിദ്വേഷവും ഒരു വ്യക്തിപരമായ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാഴ്ചകൾ കൂടിയാണ് കണ്ടത്. അതെ ജിൽസി, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള തർക്കത്തിനപ്പുറം പിണറായി വിജയൻ എന്ന വ്യക്തിയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയും തമ്മിലുള്ള തർക്കമായി മാറി. അല്ലെങ്കിൽ രണ്ട് ഭരണഘടനാ സംവിധാനങ്ങൾ, ഒന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, ഒന്ന് സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ തലവൻ. ഇവർ രണ്ടുപേരെയും ഭരണഘടനാ സംവിധാനങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇവർ ആ പദവിയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ ഗവർണർ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടതാണ്. മറ്റത് വ്യക്തിപരമായിട്ടെടുക്കാം, രാഷ്ട്രീയമായിട്ടെടുക്കാം. രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ പ്രതിപക്ഷ പാർട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിയമസഭയിൽ സതീശനും മുഖ്യമന്ത്രിയും നേർക്കുനേർ നിന്ന് കൊമ്പ് കോർക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും സുധാകരൻ നേരിട്ട് നേർ നിന്ന് കൊമ്പ് കോർക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ വേദികളിൽ കാണുമ്പോൾ, പൊതുവേദികളിൽ കാണുമ്പോൾ ഇവർ ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അത് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളങ്ങനെ കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ നേർക്ക് നിന്ന് പോരടിക്കുന്ന ആൾക്കാർ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാകുന്നതെന്ന്. ഇവിടെ അത് ഈ രാഷ്ട്രീയ വിമർശനമാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. തിരിച്ചതേ വ്യക്തിപരമായ വിമർശനങ്ങൾ ഇങ്ങോട്ടും വരും. ആ ഒരു വിമർശന സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഭരണഘടനാ സംവിധാനങ്ങളിലേക്കും ഭരണഘടനാ പദവിയിലേക്കും വരുമ്പോൾ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണോ പാലിക്കപ്പെട്ടതെന്നൊക്കെ അതൊക്കെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ടതാണ്. പക്ഷേ നമുക്കൊരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാം, സമീപകാലത്തൊന്നും ഇങ്ങനെ കേരളത്തിലെ ജനത ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ കണ്ടു കാണത്തില്ല. അങ്ങനെ ഉള്ള തൻ്റെ അതൃപ്തി കൃത്യമായി തന്നെ ഗവർണർ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് അതൃപ്തി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി തന്നെയാണ്. മുഖ്യമന്ത്രിയാണ് ഗുണ്ടകളെ വിടുന്നത്, മുഖ്യമന്ത്രിയാണ് തന്നെ ആക്രമിക്കാൻ വേണ്ടി SFI-ക്കാരെ വിടുന്നത്, വണ്ടി അടിച്ച് തീർക്കാൻ വിടുന്നത് എന്നുള്ള വിമർശനങ്ങൾ അത് വ്യക്തിപരമായി മാറുന്നതാണ്. ആ വ്യക്തിപരമായ വിരോധം അദ്ദേഹം ഈ വേദിയിലും കാണിക്കുന്നു. ഒരു തരത്തിലും താൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യില്ല എന്ന വാശിയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഈ തൊട്ട് പിറകിൽ കണ്ട വേദിയിൽ നമ്മൾ 4 മണി മുതൽ 4:10 വരെ കണ്ട 10 മിനിറ്റ് സമയമാണ് അവർ വേദിയിലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 മിനിറ്റ് സമയം അവിടെ ഇരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ഗവർണർ, 2 പുതിയ മന്ത്രിമാർ, ഈ 4 പേർ. അത് സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 4 പേരായി വിലയിരുത്തപ്പെടേണ്ട 4 പേരാണ് ആ വേദിയിൽ ഇരിക്കുന്നത്. ഇതിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർ മുഖ്യമന്ത്രിയോട് മിണ്ടാനോ നോക്കാനോ തയ്യാറാകുന്നില്ല. ഇനി ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പോകുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോഴായിരിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുഖ്യമന്ത്രി സ്പീക്കർ വന്ന് ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ ക്ഷണിക്കാൻ വേണ്ടി താഴെ നിയമസഭയുടെ ഏറ്റവും അടിയിലുള്ള അവിടെ ഗവർണറുടെ കാറ് വരുന്നിടത്ത് വരേണ്ടത്. അതിനുശേഷം മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്ത് സ്വീകരിക്കണം. മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്ത് സ്വീകരിച്ച് ഇവർ 4 പേരും കൂടി കയറി വേണം ആ നിയമസഭാ ഹാളിലെത്താൻ. ആ ദൃശ്യങ്ങൾ ഇനി എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.